നമസ്കാരം. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങളെ ഇതിനു മുൻപും ആയമാർ ഉപദ്രവിക്കാറുണ്ട് എന്ന മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വകാര്യ ചാനലിലൂടെ പുറത്തു വന്നത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുൻ ജീവനക്കാരി ഒരു സ്വകാര്യ ചാനലിനോടാണ് ഇത്തരത്തിലൊരു നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നും അധികാരികളെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നുമാണ് ആ മുൻ ജീവനക്കാരി തുറന്നു പറഞ്ഞത്. ഇപ്പോൾ അറസ്റ്റിലായവർ മുൻപും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് മുൻ ജീവനക്കാരി പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പറഞ്ഞതൊക്കെയും അസംബന്ധവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നാണ് ഇതോടെ വ്യക്തമാവുന്നത്. ശിശുക്ഷേമ സമിതി സെക്രട്ടറി എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടും ആയമാർക്കായി സത്യത്തിൽ കണ്ണടക്കുകയായിരുന്നു. ഒരു നിയമവ്യവസ്ഥയ്ക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഗുരുതരമായ കുറ്റകൃത്യമാണ് ശിശുക്ഷേമ സമിതി സെക്രട്ടറിയുടെയും ജീവനക്കാരായ ആയമാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇടക്കയിൽ മൂത്രമൊഴിച്ചുവെന്ന കാരണത്താലാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞിന് നേരെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരത ആയമാർ കാട്ടിയ വാർത്ത പുറത്തു വന്നത്. കണ്ണിൽ ചോര നഷ്ടമായ ശവങ്ങൾ പോലും കാട്ടാൻ മടിക്കുന്ന ക്രൂരത എന്ന് പോലും ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരാഴ്ച മുൻപ് ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ച 2.5 വയസ്സുള്ള പെൺകുഞ്ഞാണ് ക്രൂരതയ്ക്ക് ഇരയായത്. അമ്മ മരിച്ചതിന് പിന്നാലെ അച്ഛനും ജീവൻ ഒടുക്കിയതോടെയാണ് 5 വയസ്സുകാരിയും 2.5 വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിലെത്തിയത്. മാതാപിതാക്കൾ നഷ്ടമായ ഒരു കുഞ്ഞിന്റെ കണ്ണീര് ഒഴുകി നിൽക്കും മുൻപ് അതിന്റെ ജനനേന്ദ്രിയം നുള്ളിമുറിച്ച് ചോരയൊഴുക്കിയ ആയയുടെ കൈവിരലുകൾ മനുഷ്യന്റേതാണ് എന്ന് ഒരിക്കലും പറയാനാവില്ല. ആ കൈകൾ ഇനിയും ശിശുക്ഷേമ സമിതിയിലും ഒരു സംരക്ഷണ കേന്ദ്രത്തിലും ഉണ്ടാകുവാനും പാടില്ല. 2.5 വയസ്സുള്ള അനാഥ പെൺകുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച് കട്ടിലിൽ മൂത്രമൊഴിച്ചതിന് ശിക്ഷ നൽകിയത് സംരക്ഷകരാണ് എന്നും ഓർക്കണം. കുഞ്ഞ് ഉറക്കത്തിൽ മൂത്രമൊഴിച്ചതാണ് ഇത്ര വലിയൊരു കുറ്റം. ഇവരുടെയൊക്കെ മനസ്സാക്ഷിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇവർക്കൊന്നും മനസ്സാക്ഷിയും ഇല്ലേ? ഉറക്കത്തിൽ ഒരു കുഞ്ഞ് മൂത്രമൊഴിക്കുന്നത് അപ്രായത്തിൽ സഹജമായ കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്തവരാണോ ശിശുക്ഷേമ സമിതിയിൽ സെക്രട്ടറിക്കൊപ്പം വാഴ്ന്നു ഭരിക്കുന്നവർ? ഇവരെയൊക്കെയാണോ ശിശുക്ഷേമ സമിതി കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും ചാടിക്കയറി വീരവാദം വിട്ടതുകൊണ്ട് തീരുന്നതല്ല ഇതൊന്നും. യുദ്ധഭൂമിയിലല്ല, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ പിണറായി സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലാണ് രക്ഷിതാക്കളില്ലാത്ത കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ജീവനക്കാരി കുഞ്ഞിനെ കുളിപ്പിച്ചതോടെയാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. ജനനേന്ദ്രിയത്തിൽ നീറ്റൽ കൊണ്ട് കുഞ്ഞ് കരയുകയായിരുന്നു. കുഞ്ഞിനെ മുറിവേൽപ്പിച്ച കരിമഠം സ്വദേശി അജിതയെയും സംഭവം മറച്ചുവെച്ച സിന്ധു, മഹേശ്വരി എന്നിവരെയും കഴിഞ്ഞയാഴ്ച ജോലിയിലുണ്ടായിരുന്നവരെയും ഉൾപ്പെടെ 7 ആയമാരെയാണ് പിരിച്ചുവിട്ടത്. ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതോടെ ശിശുക്ഷേമ സമിതിയും സെക്രട്ടറിയും രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ദൈവത്തിന്റെ കോടതിയിൽ ഇവർക്ക് മാപ്പ് ലഭിക്കില്ല. കുഞ്ഞിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നുള്ളി മുറിവേൽപ്പിച്ചതിന് പുറമെയാണ് ജനനേന്ദ്രിയത്തിലും നഖം കൊണ്ട് നുള്ളി മുറിച്ചിരിക്കുന്നത്. ക്രൂരത കാട്ടിയ ആയമാർ വർഷങ്ങളായി ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്യുന്നവരുമാണ്. സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുറിവുണങ്ങാത്തത് ശിക്ഷാ വൈകൃതത്തിന്റെ കാഠിന്യം കൊണ്ടാണ് എന്നതും പരമാർത്ഥം. മൂത്രമൊഴിക്കുന്ന കുഞ്ഞുങ്ങളെ ആയമാർ ഇതിനു മുൻപും ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്നാണ് അറിയാനാവുന്നത്. കട്ടിലിൽ മൂത്രമൊഴിച്ചാൽ ജനനേന്ദ്രിയത്തിൽ ഞെരടി പരിക്കേൽപ്പിക്കുന്നതാണ് സ്ഥിരം പതിവ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥരായ കുട്ടികൾക്ക് ശിശുക്ഷേമ സമിതി നൽകി വരുന്ന സുഖജീവിതത്തെ പറ്റിയുള്ള പരമാർത്ഥങ്ങളാണ് ഈ പറയുന്നത്. അധികാരികളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പരാതികളിന്മേൽ ഉത്തരവാദികളെ താൽക്കാലികമായി ചിലപ്പോൾ മാറ്റിയേക്കാം. ദിവസങ്ങൾ കഴിയുമ്പോൾ പഴയ ആൾ തന്നെ പുനർനിയമനത്തിലൂടെ മടങ്ങിയുമെത്തും. ഇതാണ് ഇവിടത്തെ പതിവ്. ഇതാണ് ശിശുക്ഷേമ സമിതിയിലെ ഒരു ശൈലി. ആയമാരെ നിയമിക്കുന്നത് ശിശുക്ഷേമ സമിതി നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും മാനദണ്ഡവും എന്ത് തന്നെയായാലും അത് വമ്പൻ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മാതാപിതാക്കളെ നഷ്ടമായ ഒരു കുഞ്ഞിന്റെ സങ്കടം എന്താണ് എന്ന് പോലും അറിയാത്ത, മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവരുടെ നിയമനങ്ങൾക്കെല്ലാം പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ് മുഖ്യ കാരണം. കൊടിയുടെ തണലും ഭരണത്തിന്റെ പിന്തുണയുമായി എത്തുന്നവരാണ് ഇത്തരം കുറ്റവാളികൾ. അതാണ് ശിശുക്ഷേമ സമിതിയിൽ നടന്ന സംഭവം ഇപ്പോൾ നമ്മെ ചൂണ്ടിക്കാട്ടുന്നത്.